മരിക്കാതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാവും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ ഡിവേഴ്സ് ആകുന്ന കുറച്ച് ലീക്കായതെന്നാണ് ഞങ്ങൾ സംശയം. സന്തോഷമുള്ള വീഡിയോ അപ്പുറത്തുള്ള ആൾക്കാർ കാണുന്നില്ല. പിരിഞ്ഞു പറയുമ്പോ എന്താ ആൾക്കാർ കാണുന്നത്? കഴിഞ്ഞ അധികം കാലല്ല നിങ്ങൾക്കൊന്നും പ്രായം കുറെ ആയില്ലേ. ടി ഫാമിലിയെ അടിപൊളിയായിട്ട് കമന്റ് ബോക്സുകളിലൂടെ നിത്യേന ആളുകൾ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ടത്രേ. നെഗറ്റീവ് കമന്റ് ആണെന്ന് പറയുന്നത്. അതിനെതിരെയാണ് അത്ര അവർ വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ വീഡിയോ ഒക്കെ നോക്കുമ്പോഴും ഞാനും പലപ്പോഴും കാണുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ്. ഭയങ്കര നെഗറ്റീവ് കമന്റ് ആണ് എന്നുള്ളതാണ്. നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അത് നെഗറ്റീവ്, അല്ലാതെ നോക്കുമ്പോൾ അത് നെഗറ്റീവ് അല്ല എന്നുള്ളതാണ്. ഒന്ന് ഉമ്മയെയും മോനെയും പോലെ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അത് കാലങ്ങളായിട്ട് വരുന്ന ഒരു സാധനമാണ്. അത് നെവർ മൈൻഡ് ആയിട്ട് ഇവർ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു സംഭവമാണ്. പക്ഷെ പല വീഡിയോ കാണുമ്പോൾ നമുക്ക് അത് ആ രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. പുതിയ ഒരാൾക്ക് കാണുമ്പോൾ എന്താണ് ഈ വെല്ലുമ്മയും മോനും കിടന്ന് ഇങ്ങനെ തല്ലുവിടുന്നത് എന്നുള്ളൊരു സാധനം തോന്നും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റും ഇവർ കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനും കൊടുക്കുന്നില്ല, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുന്നില്ല. ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ടതായിട്ടില്ല എന്ന് പലരും കമന്റ് ചെയ്യുന്നു. കാരണം അത്രമാത്രം ഏജിന്റെ ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഞങ്ങൾ ഡൈവോഴ്സ് ആകുന്നു എന്ന തമ്പനയിലോട് കൂടിയിട്ടാണ് ഒരു വീഡിയോ അവരിട്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ നെഗറ്റീവ് കാണാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ടല്ലോ. അങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞു വെക്കുന്നത്, ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം സുഹൃത്തുക്കളെ, അവർ യൂട്യൂബേഴ്സ് ആണ്, അവരുടെ അടുത്ത് തന്നെ ഇവർ കാര്യങ്ങൾ ചോദിക്കുക. പക്ഷേ ഈ യൂട്യൂബേഴ്സ് തന്നെ പറയുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിലും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അത് നിങ്ങൾ കണ്ടാ മനസ്സിലാവും. ഇത് സപ്പോർട്ട് ചെയ്യാണോ ഊക്കുകയാണോ എന്ന് ഈ പാവം ഷെഫിക്ക് മനസ്സിലായില്ല എന്നുള്ളതാ. കാണാം. ഞങ്ങൾ ഡിവേഴ്സ് ആകുന്ന കുറച്ച് ലീക്കായതെന്നാണ് ഞങ്ങൾ സംശയം. അങ്ങനെ ഉള്ളതാണ്, പക്ഷെ ലീക്കായത് മറ്റേ പ്രശ്നം ആൾക്കാർ അറിഞ്ഞു. ഇവനാ സുഖമില്ലാതായത്. അതാണ് ഞാൻ ഇതിൽ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മുന്നൊന്നും പറയുന്നത് ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ടതിനൊക്കെ ലക്ഷങ്ങൾ വ്യൂസാ. അപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ആയി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അതിനർത്ഥം അല്ലേ? അതെ, വ്യൂസ് കണ്ടിട്ടില്ലേ? 7 ലക്ഷം ആൾക്കാരൊക്കെ നോക്കുമ്പോ കാരണം ഇത് സന്തോഷമുള്ള വീഡിയോ അപ്പുറത്തുള്ള ആൾക്കാർ കാണുന്നില്ല. പിരിഞ്ഞു പറയുമ്പോ എന്താ ആൾക്കാർ കാണുന്നത്? എന്താ അല്ല പിന്നെ തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോ എത്ര ആളാ കാണുന്നേ. അത്രമാത്രം ആളുകൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ആള് പറയുന്നത്. അത് ഈ ഷെഫിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിദ്വാൻ ആരാ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇദ്ദേഹം ഉമ്മയും മോനും എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഫേമസ് ആവുന്നത്. ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ ആളുടെ വീഡിയോ കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നും ആളുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇയാള് കുറെ കഴിഞ്ഞപ്പോ ഒന്ന് വലുതായി സെറ്റായി കഴിഞ്ഞപ്പോ വലിയൊരു വീടിന്റെ ഒരു ഉദ്ഘാടനവും പിന്നെ എന്തൊക്കെയോ പരിപാടികൾ ഇപ്പൊ നടന്നിരുന്നല്ലോ അപ്പുറത്ത്. അപ്പോ അതൊക്കെ കഴിഞ്ഞപ്പോ ആള് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകളും ആളുകളെ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുന്ന പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യൽ തുടങ്ങി. അതോട് കൂടിയിട്ട് ആളുടെ ഒരു വിലല്ലേ, ആ ഒരു നിലയും വിലയൊക്കെ പോയി. അതവിടെ കിടക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ആള്, ആ ഒരു കണ്ണാടട്ട വിദ്വാന് കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. സത്യത്തിൽ ഇവരെ കൊള്ളിച്ചുകൊണ്ട് വേണച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊക്കെ പല ആളുകളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. അതും കൂടിയും കേട്ട് നിങ്ങൾ കേട്ടപ്പോ എനിക്കെന്താണ് തോന്നിയത്, ഈ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തോന്നി. അതിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് എന്താ തോന്നിയത് എന്നുള്ളത്. അങ്ങനെ അസുഖമില്ലാത്ത കേസല്ലേ? അതെ അതെ, ചെറിയ ഗൈസ്, നമ്മളൊരിക്കലും നമ്മളെ ഫാമിലി ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മളെ മാപ്പിളയും കുട്ടിയെ കൊണ്ട് അതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? അതായത് ആ സ്വന്തം കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നുണ്ട്, ആ കുട്ടിയാണ്ട് കൊണ്ടേക്ക. തമാശയായിട്ട് തോന്നിയൊരു തമാശയായിട്ട് എടുത്തോളൂ കേട്ടോ. ഇതൊരു വീഡിയോന്റെ മുന്നിൽ കാണിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, എന്തോ ഒരു വലിയ പോയിന്റിലേക്ക് ആള് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മളെ മാപ്പിളയും പെണ്ണുങ്ങളും ആകുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവും. ദാമ്പത്യ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ, അതായത് നമ്മളൊരു 25 വയസ്സ് 26 വയസ്സ് മുതൽ പിന്നെ നമ്മളെ ദാമ്പത്യ ജീവിതമാണ് ആരംഭിക്കുന്നത്. പിന്നെ ഏകദേശം മരിക്കണോളുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ പോലെ പകുതിക്കുന്ന പിരിഞ്ഞാണ് കച്ചറ അടി പിരിഞ്ഞ് അങ്ങനെ ടീം ഉണ്ടാവും. അപ്പോ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരു ക്യാമറ വെച്ച് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കണം. വീട്ടിനകത്ത് നടക്കുന്ന എല്ലാ പൊട്ടലും ചീറ്റലുകളും എല്ലാ നാട്ടുകാരെ അറിയിക്കണം. അതിനിപ്പോ നമ്മള് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും, അതിപ്പോ ഇനിയിപ്പോ ഒരു പ്രസവാനന്തര കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം എന്നാണ് ആള് പറയുന്ന മഹത്തരമായിട്ടുള്ള ഒരു മെസ്സേജ്.
അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ജീവിതം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അവനവന്റെ ലൈഫ് വളരെ വിലപ്പെട്ടതും വളരെ അവിസ്മരണീയമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓരോ ആളുകൾക്കും മറ്റുള്ളവരുടെ കണ്ണിൽ അത് അവർക്ക് ഒരു പ്രശ്നമേ അല്ലാത്ത കാര്യമാണ്. കാരണം അത് ഓരോ ജീവിതമല്ല. ഓരോ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഓരോ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോ മാത്രമാണ് ഓരോ ആ പ്രശ്നത്തിന്റെ വ്യാപ്തിയും ആ ഒരു ഇതിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, ആ ഒരു ഇടങ്ങേറ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും കാണാനും കേൾക്കാനും വേണ്ടി ഒരു ക്യാമറ അങ്ങനെ വെക്കും. ക്യാമറ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയും. ഇത് കാണാനും കേൾക്കാനും ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അന്യന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഒരുപാട് ത്വര ഉണ്ടാവുമല്ലോ. ആ ത്വരയെ കുറിച്ചിട്ടാണ് ആള് പറയുന്നത്. അപ്പൊ വീടിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക, അല്ലാതെ റിയൽ ആയിട്ട് നടക്കുന്നത് ഉണ്ടാവണം, ഒക്കെ എടുക്കുക. ഇപ്പൊ ടി ഫാമിലിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഴി ചാരുന്ന പല കാര്യങ്ങളുണ്ട്. നീ പ്രായമായവളാണ്, നിനക്ക് വയ്യ, അതും ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ ശരിക്ക് പ്രായമുള്ളവൻ ആക്കിക്കൊണ്ടിരിക്കുക, വീണ്ടും പ്രായം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷെഫി എന്ന് പറയുന്ന വ്യക്തി. നേരെ തിരിച്ച് ഈ ഷെമിയുടെ വായിലൊന്നും അറിയാതെ വരുന്ന വാക്കുകളുണ്ട്. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ വേറെ കെട്ടിക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് അവൻ ചെറുതാണ്, ഞാൻ വലുതാണ് എന്നുള്ള, അല്ലെങ്കിൽ പ്രായം കൊണ്ടുള്ള അന്തരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു റെസ്പെക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. വീടിനകത്ത് നടക്കുന്ന എല്ലാതും, ഒരു ദാമ്പത്യ ജീവിതത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. അതൊക്കെ കഴിഞ്ഞ് കുറെ ആപ്പുകളിലും കാര്യങ്ങളൊക്കെ പ്രൊമോഷനും കാര്യങ്ങളുണ്ടാവും. അതുവഴിയും ജനങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ലൈഫിൽ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ വെറുതെ ഇടപെടും. എനിക്കൊരു ഇടങ്ങേറാണ് ഇങ്ങനെ ഒരാൾ സന്തോഷത്തോടെ ജീവിച്ചു കഴിയാറുമ്പോ. ഇപ്പൊ ഇവർക്കിപ്പോ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടി ഓല അത്രയും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാണ്. ഇടങ്ങേറ ഇങ്ങോട്ടാണെങ്കിലും ഓൽക്ക് ഇതിന്നൊരു ഇങ്ങനെ റിക്കവറി ഇല്ലല്ലോ ഷെമി. അപ്പൊ പിന്നെ ഡൈവേഴ്സ് അങ്ങോട്ട് ചോദിക്കില്ല. ഓക്കെ, പേഴ്സണൽ ലൈഫിലത്തെ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ റിയാക്ട് ചെയ്യും. ഒരു തർക്കം കാര്യത്തിലുണ്ട്. അതിൽ കമന്റ് വരും, റിയാക്ഷൻ വീഡിയോസ് വരും. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായി വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഇവൻ ചെറുതാണ്, ലൈഫ് ആകുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സുഹൃത്തിന് പോലും അറിയാം. ഇവരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ. അതന്നെ വലിയ കോമഡി. അവർ തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിലും അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന ഒരു വീഡിയോ ആണ്, തമാശ വീഡിയോ അല്ല. കൃത്യമായി ഞങ്ങൾ ഡൈവേഴ്സ് ആകുന്നു എന്ന് പറയുന്ന ഒരു തമ്പനയിൽ ഇട്ടുകൊണ്ട് ഒരു സംഭവം ഇടുമ്പോൾ 5-6 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരാളുടെ ചാനൽ കാണാൻ ആളുകൾ വരും. അതിൽ സുഹൃത്തുക്കളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവര് ആ ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയുന്ന വിശ്വാസത്തിലാണ് ആളുകൾ ഇരിക്കുന്നത്. അത് അതേപോലെ തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ. ഇതിൽ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇവര് പ്രായം കൊണ്ട് അന്തരമുണ്ട്, അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അത് തന്നെയാണ് ലൈഫ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഷമിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് അതായത് അല്ലേ എന്ന് പറയുമ്പോൾ അല്ല എന്നാണ് പറയുന്നത്. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ വായടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പൊ അവര് തന്നെ ഉണ്ടാക്കി വെച്ചു. നമുക്ക് പേഴ്സണലി നിങ്ങളോട് രണ്ടാളോടും പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ തളരരുത്. കാരണം അതല്ല, ഇനി അധികം കാലല്ല നിങ്ങൾക്കൊന്നും, പ്രായം കുറെ ആയില്ലേ. നിങ്ങൾക്ക് അഭിപ്രായത്തോട് ചോദിക്കുമ്പോ കണ്ടില്ലേ, വീണ്ടും പ്രായം കുറച്ച് ആയില്ലേ എന്ന് ചോദിച്ചിട്ട് നേരെ അവർ തമാശയായിട്ടാട്ടോ പറയുന്നത്. പക്ഷെ ഇതൊരു തമാശയായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞത്. കമന്റ് ബോക്സിൽ കിടക്കുന്ന അതേ വിഷയം തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രായം ഒരുപാടായി ആ ഒരു സ്ത്രീക്ക്, ഒരു അത്യാവശ്യം പ്രായമായി, അതുമായി ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഷെഫിക്ക് ഇനിയും ലൈഫ് മുന്നോട്ടുണ്ട്, ഇനിയും ഒരു വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നാ പറയുന്നത്. ഇദ്ദേഹവും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നീ ഒരുപാട് പ്രായമായി, ഇനി നിങ്ങൾക്കൊന്നും അധികം നാളില്ല എന്ന് പറഞ്ഞ് ഷെഫിയുടെ അടുത്തല്ല പോയി, നേരെ ഷെമിയുടെ അടുത്തേക്കാ പോയിട്ടുള്ളത്. നോട്ട് ദി പോയിന്റ് മക്കളെ. പറയട്ടെ നിങ്ങൾ ആരും കമന്റ്സിൽ വന്നാണ് ഇവരെ വേദനിപ്പിക്കണ കമന്റ്സ് കാര്യങ്ങളൊന്നും ഇടരുത്. കാരണം ഓല അങ്ങനെ ഡൈവേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അറിയും. ഞാനൊക്കെ ഇപ്പൊ തിരിച്ച് ഡൈവേഴ്സ് ആക്കാൻ നോക്കും, എന്നിട്ട് ഇത് പിരിയണില്ല. ഞാൻ ഇതിനോടൊക്കെ കാണുമ്പോ പറയാം, ആ ചെറുക്കന് മെച്യൂരിറ്റി ആയിട്ടില്ല കേട്ടോ, പക്വത ആയിട്ടില്ല കേട്ടോ, ഇതൊന്നും ഒരിക്കലും അവൻ്റെ ഒപ്പം കഴിയേണ്ട ആളല്ലാരും. ഓളോട് പോയിട്ട് ഓനോട് പോയിണ്ടാറ്, എന്തിനാണ് ഇങ്ങനെ ഇത്ര പ്രായമുള്ള ഒരാളെയും കൊണ്ട് നടക്കണം, എനിക്കൊരു മനസ്സ് കിടങ്ങേറില്ല ചോദിച്ചു ഇബനോട്. അതായത് നമ്മളെ ആവശ്യം എന്താണ്, ഇബല് തമ്മിലൊരു കച്ചറിയും വക്കാണം കൂടുക. എന്നിട്ട് ഇബല് രണ്ടാളും ഞാനത് ആലോചിക്കായിട്ടല്ല പിന്നെ പോന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഇബല് റൂമിൽ പോകുമ്പോ ഇബല് വാതിൽ കുറ്റിട്ടാണ്ട് ഈ വാക്കുകള് അവരോട് ഇയാള് പറഞ്ഞിട്ടില്ല. കൃത്യമായി ഷമിയുടെ മുഖം കണ്ടാൽ മനസ്സിലാവും ഇവൻ എന്തൊക്കെയോ പറയുന്നത്. അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളും ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളും
ജനങ്ങള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് പോയിട്ട് കൃത്യമായി രേഖപ്പെടുന്നുണ്ട്. ഇവരുടെ ഒരു ഏജ് ഡിഫറൻറ്റും അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുന്നു. ഇതുവരെ ടി ഫാമിലി എന്ന് പറയുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സിനോട് രണ്ടുപേരോട് മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇയാൾ സംസാരിച്ചിട്ടില്ല. ഇത് ഈ ഒരു വ്യൂവേഴ്സിന്റെ പൊതുബോധമാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഷെമിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഷെമിക്ക് ഇനി മുമ്പും ബേക്കും നോക്കാൻ മേലെ ആകാശം താഴെ ഭൂമിയും പറഞ്ഞ അപ്പൊ ഇജ്ജ് ചിലപ്പോ ഇനി ഇവിടെ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ വേറൊരു പെണ്ണിട്ട് നല്ലൊരു സുഖജീവിതം നയിക്കാനേ കാരം. പക്ഷെ എനിക്ക് ജീവല്ലാതെ എങ്ങനെ നയിക്കുക? ഓക്കെ, അടിപൊളി. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്ന ഒരു കാര്യമാണത്. അതായത് ഇവര് പ്രായമായതാണ്, അവർക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ളൊരു സംഭവം ജീവിക്കുകയാണ്, അവരുടെ ലൈഫ് ഒക്കെ കഴിഞ്ഞു. തീർച്ചയായിട്ടും അവൻ കറക്റ്റ് കാര്യം പറയുന്നത് അല്ലെ. അവർ ഓൾറെഡി വിവാഹം കഴിഞ്ഞു, അവരുടെ മക്കളുടെ വിവാഹങ്ങൾ കഴിഞ്ഞു, ഇവര് വേറൊരു വിവാഹം കഴിക്കുന്നു, അതോ ഒരു മകന്റെ പ്രായമുള്ള ഒരു ആളെ കല്യാണം കഴിക്കുന്നു, അതിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ പരമാവധി അവർ നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കിട്ടാനില്ല. നിനക്ക് ഇവർ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കല്യാണം കഴിച്ചിട്ട് ഈ മുന്നോട്ട് പോവാന്നുള്ള ഒരു കാര്യമാണ്. അത് തന്നെയല്ലേ എല്ലാവരും പറയുന്ന കാര്യവും. ഇപ്പൊ ഡൈവേഴ്സ് ആക്കണേ ഓൻ എന്ത് സുഖമാണ്, ഓളോട് എന്താ എനിക്ക് സുഖമില്ലാച്ച് പോയിക്കാണ്, അല്ലെ ഓക്കുമന് അന്തല്ല മെച്ചൂരിറ്റി ഇല്ലാന്ന് ഒഴിവാക്കാം. പക്ഷെ ഓലത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഓല് ജീവിതമാണ് ഇതെന്നില്ല ഓർക്ക് മനസ്സിലായി. അതാണ് ഏറ്റവും വലിയ മെച്ചൂരിറ്റി. ഓക്കെ ജീവിതമാണ് അവർക്ക് മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിതം എന്നാണ് ആള് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തന്നെയാണ് ജീവിതം. പക്ഷെ ജീവിതകാലം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ടൈം ആവുമ്പോൾ ആരാണെങ്കിലും അവരുടെ തനി സ്വഭാവം അങ്ങ് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും കമന്റ് ഇടുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ നാട്ടുകാർ തന്നെ ഇടുന്ന കമന്റുകളിൽ ഒളിച്ചോടി, വെയില് ചാടി, മതില് ചാടി, കെട്ടിയിട്ടു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും കമന്റിൽ കിടക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അത് കാലങ്ങൾ കുറെ ആയിട്ട് ഉള്ള കാര്യമായതുകൊണ്ട് അത് പോട്ടെ നിൽക്കാം. കാരണം ഇപ്പോ ഈ ഷെഫി തന്നെ ഇതിന്റെ ഒരു കഥ പറഞ്ഞത് വേറൊരു കഥയാണ്. റോട്ടിലൂടെ പോകുന്ന വിധവയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരോടൊരു സ്നേഹം തോന്നി, വെറുതെ ഒരു സ്നേഹം തോന്നി, അത്രേ ഉള്ളൂ. കൂട്ടുകാരനോട് അത് പറഞ്ഞപ്പോൾ കൂട്ടുകാരെ നാട്ടിൽ മൊത്തം അത് അറിയിച്ചു. അങ്ങനെ അവിഹിതമാണ് എന്ന് ഇല്ലാക്കഥ ഉണ്ടാക്കി അവസാനം ഞങ്ങളെ കല്യാണം കഴിഞ്ഞു എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കമന്റിൽ ഇപ്പോഴും അവരുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറഞ്ഞത് കെട്ടിയിട്ടു എന്നൊക്കെയാണ്. എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ, അതവിടെ കിടക്കട്ടെ. എന്തായാലും സുഖമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ്. പക്ഷെ അത് കൊണ്ടുപോകണവനെ ഒരു മനുഷ്യനാവുള്ളൂ. അല്ലാത്തവന് ഇനി വേറെ ഡൈവേഴ്സ് ചെയ്ത് വേറെ കെട്ടിയാലും അതിലും ആ സെയിം റിസ്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പരമാവധി ഒരു റിസ്കിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ റിസ്ക് ആണ് മോനെ. നമ്മൾ ഏതൊരു മനുഷ്യനും കല്യാണം കഴിഞ്ഞാൽ മാത്രമാണ് റിസ്ക് എന്നുള്ള ഒരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മണ്ടത്തരാണ്, ഒരു വിഡ്ഢിത്തരാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഫാമിലിയെ നോക്കുക എന്ന് പറയുമ്പോൾ, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫാമിലി എന്ന് മാത്രമല്ല, ഒരു കുടുംബം നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരൊന്നും വീടിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊന്നല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും അവരുടെ ലൈഫ് ഇതാ അല്ല അടിപൊളിയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീടിനകത്ത് തന്നെ പറഞ്ഞ് തീർത്ത് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞ് നമ്മളെ കുടുംബത്തിൽ കുറച്ച് ആളുകളോട് പറഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആളുകളോട് മാത്രം പറയുന്ന ഒരു വിഷയമാണ്. ലോകം മുഴുവൻ അത് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തില്. പക്ഷെ ഈ ഫാമിലി വ്ളോഗേഴ്സ് ആണ് വീട്ടിൽ നടക്കുന്ന പൊട്ടലും ചീറ്റലും മുഴുവൻ കൊണ്ടുപോയിട്ട് ഇടുന്നുള്ളതാണ്. ഒരു 4 കമന്റ് വായിക്കാം. പോയി ഡിവോഴ്സ് ചെയ്യൂ, കുറെ കാലമായി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്നായി വരും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ക്യാപ്ഷൻ കണ്ടു മാത്രം പറയുകയാണ്. എന്തേലും ചെറിയ പ്രശ്നമുണ്ടായാൽ അത് സോഷ്യൽ മീഡിയയിൽ പറയരുത്. പിന്നെ അവിടെ എഴുതിയതുപോലെ ഒരിക്കലും നാവ് കൊണ്ട് തമാശക്ക് പോലും പറഞ്ഞു പോകരുത് എന്നുള്ളതാണ്. അതായത് ഡൈവേഴ്സ് ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നാവ് കൊണ്ട് അറിയാണ്ട് പറയരുത്, ഭാവിയിൽ അത് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇവരൊക്കെ എന്തോ നേടിയ പോലത്തെ കളിയാ. പക്ഷെ യൂട്യൂബ് നിർത്തലാക്കിയാൽ തീർന്നു മക്കളെ. നിങ്ങൾ എന്താ ആലോചിക്കാത്ത? യൂട്യൂബിൽ കിടന്ന് വിരകുന്നത് കണ്ടാൽ അറപ്പ് തോന്നിപ്പോകും. അൻഷിഫ് ഫാമിലി, നൗഫൽ ഫാമിലി, എങ്ങനെ കുറെ വർഗങ്ങള്. സത്യം പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സിന്റെ പല വീഡിയോസും കോമഡി ആണെന്നുള്ളത്. ചില കമ്പനിയിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ പോയിട്ട് അത് കാണുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കമ്പനിയിൽ കണ്ടിട്ടൊക്കെ തന്നെയാണ് ആളുകൾ കാണാൻ വരിക. നീ പിരിയാതിരിക്കുക ഞങ്ങൾക്ക് എന്താ, നീ തൂങ്ങിച്ചത്താലും നാട്ടുകാർക്ക് എന്താ, കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാനുണ്ട്, പറ്റാത്ത ബന്ധമാണെങ്കിൽ അതെന്തിനാ ഇവിടെ വിളമ്പുന്നത്, വേണമെങ്കിൽ ഒഴിവാവുക അല്ലെങ്കിൽ കൂടെ ജീവിക്കുക എന്നുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുന്നത് കൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്. നല്ല ചോദ്യമാണത്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്ന
കാര്യത്തിൽ മാപ്പിള വ്ളോഗർമാര് പൊളിയാണ്. അതിന്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പാതിരിക്കുക. അപ്പൊ റീച്ച് കൂടുമോ? അപ്പൊ കണ്ടന്റ് വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ഏകദേശം 6,60,000 ഇവരെ സബ്സ്ക്രൈബർ ഉണ്ട് ഇവർക്ക്. ഇവരുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ തന്നെയാണ്. എന്റെ വീട്ടിൽ നടക്കുന്ന പൊട്ടലും ചീറ്റലും കാണാനും കേൾക്കാനും അത് എന്നും അന്നും ഇന്നും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ. അതങ്ങനെയാണല്ലോ. അതായത് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ നിനക്ക് ഉളുപ്പില്ലേ, നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്റെ പൊന്നു മക്കളെ. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടും അല്ലാത്ത ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഫെയർ യൂസ് എന്ന ഒരു കാര്യത്തോട് കൂടിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് എടുക്കാം. അത് യൂട്യൂബ് തരുന്നതാ. ഇവർ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ആണല്ലോ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ യൂട്യൂബ് തന്ന ഒരു പോളിസി നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ. പിന്നെ ഉളുപ്പുണ്ടോ, നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉളുപ്പുണ്ട്, എനിക്ക് വേറെ പണികളും ഉണ്ട് എന്നുള്ളതാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈറലാവുന്ന വീഡിയോസ് തന്നെയാണ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങൾ പറയാറുണ്ട്, ചിലപ്പോ ഇത്തരം കണ്ടന്റുകളൊക്കെ എടുത്ത് റിയാക്റ്റും ചെയ്യാറുണ്ട്. എന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ചെയ്യാറുണ്ട്, ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ചെയ്യാറുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ചെയ്യാറുണ്ട്. കാരണം എന്റെ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൽ ചിലപ്പോൾ കുറെ പൊട്ടത്തരങ്ങൾ സംഭവിക്കാം, മനുഷ്യന്മാരല്ലേ, പല തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യന്മാരല്ലേ. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊന്നും പറയുന്നില്ല. ഈ വീഡിയോന്റെ തമ്പനയിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ കമന്റ് ബോക്സിൽ കിടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവര് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതായിരിക്കും സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.